രാത്രി സമയത്ത് ഇവിടെ ക്യാമറ കിട്ടിയോ എന്ന് അറിയത്തില്ല. ആരത്? ഇതാ ബിൽഡിങ്. ഞാൻ അകത്ത് പോയിട്ട് ഇൻട്രോ സംസാരിക്കാം. ഓക്കെ. വെൽക്കം ടു ഡാറിൻ സൂര്യ. സോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിൽഡിങ്ങിൽ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് വന്നിട്ട് ഇതിൽ വന്നിട്ട് ഒരു വീടാണ്. ഈ വീട്ടിൽ വന്നിട്ട് താമസിച്ചോണ്ടിരുന്ന ആ ആളിന്റെ പേര് വന്നിട്ട് റിവീൽ ചെയ്യുന്നില്ല. ചില ഇഷ്യൂസ് ഉണ്ട്, ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. സോ ആ ഒരു വ്യക്തി വന്നിട്ട് കോടതിയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടൊരു പുള്ളിക്കാരനായിരുന്നു. പുള്ളിക്കാരൻ വന്നിട്ട് എന്താ ഒരു സമയത്ത് ഏതോ ഒരു ദിവസം വന്നിട്ടാണെങ്കിൽ ഏതോ ഒരു പണക്കാരൻ, അതായത് ഹൈലി വന്നിട്ട് ഇല്ലീഗലായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വലിയൊരു ആളിന്റെ ഒരു ഫയല് ലീക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് കുറെ പേര് ചേർന്നിട്ട് ആ ഒരാളെ വന്നിട്ട് കൊല്ലുമായിരുന്നു, മർഡർ ചെയ്ത് കൊല്ലുമായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം വന്നിട്ട് ആക്ച്വലി ഇതല്ല പുള്ളിക്കാരൻ്റെ വീട്, തൊട്ടപ്പുറത്ത് വീടുണ്ട്, അതാണ് പുള്ളിക്കാരൻ്റെ വീട്. എനിക്കിപ്പോൾ അകത്തോട്ട് പോകാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. കാരണം അതുകൊണ്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ കയറുന്നതിന്. കുറച്ച് ദിവസം കൊണ്ട് ഓക്കെ ആയിരുന്നു, ബട്ട് ഇപ്പോൾ അത് അത്ര ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ. സോ അതുകൊണ്ടാണ് ഇവിടെ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൊട്ടടുത്തുള്ള ഒരു വീടാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇവിടെ താമസിച്ച ആളല്ലേ, സോറി ഇതാ ഇവിടെ താമസിച്ചത്, അപ്പുറത്ത് താമസിച്ചത്. ഇവിടെ വന്നിട്ട് ഇത് തൊട്ടടുത്ത വേറെ വീട്ടിൽ താമസിച്ച വീടാണ്, അടുത്ത വീട്ടുകാരല്ലേ അവർ താമസിച്ച വീടാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു മരണത്തിന് ശേഷം വന്നിട്ട് പാരനോർമൽ ആക്ടിവിറ്റീസ് വന്നിട്ട് കൂടുതലായിട്ട് നടക്കാൻ തുടങ്ങി. രാത്രി സമയത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് അലർച്ച. രാത്രി സമയത്ത് ഇവിടെ ഇത് ക്യാമറ കിട്ടിയോ എന്ന് അറിയത്തില്ല. പാരനോർമൽ ആക്ടിവിറ്റീസ് കൂടുതൽ നടക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് വന്നിട്ട് ഒന്നും പുറത്തിറങ്ങാൻ രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും പറ്റാണ്ടായിപ്പോയി. ആ ഒരു അവസ്ഥയിലായിരുന്നു വീണ്ടും പുറത്ത്. ഹലോ, ആരാണ്? അതുകൊണ്ട് തന്നെ പാരനോർമൽ ആക്ടിവിറ്റീസ് അതിൽ നടക്കാൻ തുടങ്ങി. ഇവിടെ ഉള്ളത് പോലെ ഇവിടെ താമസിക്കാൻ പറ്റാണ്ടായിട്ട് അവർ ഈ വീട് ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോകുമായിരുന്നു. ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് പേടിച്ചിട്ടായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഗോസ്റ്റിനെ പേടിച്ചിട്ടല്ല, ഇവിടെ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് അകത്തുനിന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് ആരും ഹാർഷായിട്ട് സംസാരിക്കുന്ന സൗണ്ട് കേട്ട്. ഹ്യൂമൻ ആണോ ഗോസ്റ്റ് ആണോ എനിക്ക് അറിയത്തില്ല, സൗണ്ട് കേട്ട് വൺസ് ഞാൻ അകത്തുനിന്ന് നോക്കിയിട്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇല്ലീഗലായിട്ടുള്ള ഒരു ഫയൽ ലീക്ക് ചെയ്യാൻ നോക്കിയില്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ ഇവിടെ അവിടെ താമസിച്ച വ്യക്തി വന്നിട്ട് ഒരു കോടതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൽ.
സോ പ്ലീസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. റോഡ് സൈഡിലും കൂടെ ഇതിലുള്ള ബിൽഡിംഗ് ഉള്ളത്. ഒരു സബ്വേ ആണ് ഇത്, കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തൊട്ടപ്പുറത്ത് തന്നെ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സീനായി കഴിഞ്ഞാൽ അത് പ്രോബ്ലം വേറെ റൂട്ടിലോട്ട് മാറും. കാരണം ഞാൻ പറഞ്ഞില്ലേ എന്താ നടന്നെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റേ പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകണം. ഇത്ര റിസ്ക് എടുക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. സോ വന്നിട്ട് നിങ്ങൾ മാക്സിമം വീഡിയോ വന്നിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക വീഡിയോ. നമുക്കൊന്നിട്ട് ഇപ്പോൾ എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാം. മാക്സിമം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. സോ അതൊക്കെ സമയം എന്തോ ഒരു എനർജി ആക്ടിവിറ്റീസ് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. സൗണ്ട് നിങ്ങൾക്ക് കേട്ട് കാണും മൈന്യൂട്ടായിട്ടുള്ളത്. ഞാൻ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്, എൻ്റെ ബാഗാണത്. ഇതൊക്കെ വന്നിട്ട് സെൽഫ് അവർ യൂസ് ചെയ്ത സെൽഫായിരുന്നു ആ വീട്ടുകാർ. ഇതും സെൽഫായിട്ട് തന്നെ. കുങ്കുമമാണോ? കൈ സാറ് നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പണ്ടത്തെ വീട് ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും. കാരണം വന്നിട്ട് ഇത് വന്നിട്ട് ഇത് കംപ്ലീറ്റ് വീടും ഇതിൻ്റെ ബാക്ക് സൈഡാണ്. സോ വന്നിട്ട് ആരത്? ആരത്? ഹലോ, ഹലോ, ആരത്? ആ മരിച്ചുപോയ ആളാണോ? കൈസ് വന്നിട്ട് ആക്ടിവിറ്റീസ് ഉണ്ട്, കൺഫേം ആയിട്ട് പാരനോർമൽ ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞില്ലേ ഇതാ സംഭവം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്ര വർഷമായിട്ടും ഇപ്പോഴും ആക്ടിവിറ്റീസ് ഉണ്ട്. അത് റോഡ് സൈഡിലായിട്ട് തന്നെ. അപ്പോൾ ഇവിടുത്തെ ആ സമയത്ത്, ആ പീക്ക് സമയത്ത്, മരിച്ച സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളൊന്ന്. ഇത് വന്നിട്ട് അടുക്കള, പണ്ടത്തെ അടുക്കള നോക്കി. പണ്ടത്തെ കുഞ്ഞടുക്കള. ഗൈസ് വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്ന വന്നിട്ട് സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ടിന്യൂസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് തന്നെ. ചില സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ റിട്ടേൺ വന്നിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വീഡിയോ എടുത്തതിന് ശേഷം വന്നിട്ട് ഉണ്ടാകുന്ന ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. നമുക്ക് പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വന്നിട്ട് എനിക്ക് റീസെൻറ്റ് സമയത്ത് എനിക്കൊരു സംഭവം നടന്നു. അതെനിക്കിപ്പോൾ പറയാമെന്ന് എനിക്കറിയത്തില്ല. കാരണം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് ഭയങ്കര ആക്ടിവിറ്റീസ് ആയിരുന്നു. ചില കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യുകയും ചെയ്ത്. മേ ബി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ ആ വീഡിയോ ഇറക്കിയിട്ടുണ്ടോ, റിലീസാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നോ എനിക്കറിയില്ല. അതിനുശേഷം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എനിക്ക് വന്നിട്ട് നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഗൈസ് വന്നിട്ട് അതിനുശേഷം വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എനിക്ക്
നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയുക. കാരണം ഹലോ 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 ഭയങ്കര മൈൽഡായിട്ട് ആക്ടിവിറ്റീസ്, ഒത്തിരി ഹാർഷായിട്ടൊന്നുമല്ല, ഭയങ്കര മൈൽഡായിട്ടുള്ള ആക്ടിവിറ്റീസാണ്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേഷ്യം കാണിക്കണ്ട. നിങ്ങൾക്ക് ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്, നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അതിന് മുന്നേ തന്നെ നിങ്ങളെ കൊന്നില്ലായിരുന്നോ? ഇപ്പം നിങ്ങൾക്ക് അതൊന്ന് റിവീൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഞാൻ നിങ്ങളോട് സംസാരിക്കാം. എന്നോട് നിങ്ങൾക്കത് പറയാൻ പറ്റുമോ? ഹലോ സൗണ്ട് കിട്ടിപ്പോ. നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനോ വേറെ ഒന്നിനും അല്ല ഇവിടെ വന്നേക്കുന്നത്. പ്ലീസ്. എൻ്റെ ദൈവമേ, പെട്ടെന്ന് കോടി മൊത്തം കഴിച്ച്. ഇവിടെ കൺഫേം ആയിട്ട് പാമ്പ് കാണും, ഉറപ്പാണത്. ഇവിടെ എന്താ കിടപ്പുണ്ട്? എൻ്റെ ദൈവമേ, ഒരു മരം മൊത്തം കുലുങ്ങുന്നു. ഗൈസ്, അവിടെ എന്താ കിടപ്പുണ്ട് മുകളിലായിട്ട്? ഹലോ ഹലോ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഗൈസ്, ഇത് വന്നിട്ട് കറിവേപ്പില കേട്ടോ. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കത്തില്ലേ കറിവേപ്പില, അതിൻ്റെ മരം കേട്ടോ. അത് ചെടി എന്തോ വലിയ മരമായിട്ട് കിളിച്ചേക്കുന്നത്. നോക്കി, എനിക്ക് തോന്നുന്നു അവരിവിടെ താമസിച്ച സമയത്തെ വളരെ ചെറുതായിട്ട് നട്ടു വെച്ചായിരിക്കും. പക്ഷെ അത് ഇത്രയും വലുതായിട്ട് കിളിച്ചുണ്ടോ? പബട്ടനായിട്ടേ ആൾ താമസം ഇല്ലെങ്കിൽ പോലും അത് കിളിച്ചിരിക്കുന്നുണ്ടോ? ദൈവം, തലക്കിരുന്ന് വീടാ. എന്തോ കമ്പ് വല്ലതും. എന്തോ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ പൊതിഞ്ഞ് വെച്ച് അത് വെയിലടിച്ച് ഇതായി ദ്രവിച്ച സാധനം. എൻ്റെ ദൈവമേ, എൻ്റെ അമ്മോനെ, അയ്യോ, ഈ കുപ്പി വന്നിട്ട് എൻ്റെ നേരത്തെ വന്ന് വീണത് ദേഹത്ത്. പൊന്നോ ഗൈസ്, ജസ്റ്റ് മിസ്. ആ കുപ്പി വന്ന് വീണത് എൻ്റെ പുറത്തായിരുന്നത്. അയ്യോ അമ്മ,